നമസ്കാരം. ഒരു സ്ത്രീ വിളിക്കുന്നു. ദുർബലകളും അബലകളും എന്ന ദുർബലതയും അബലമായിട്ടുള്ള ബലമില്ലാത്തവളുമായിട്ടൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന സ്ത്രീകളുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പം ഞാൻ നിശബ്ദനായിട്ടിരിക്കാനേ പറ്റുള്ളൂ. എന്നെ വിളിച്ച ഒരു സ്ത്രീ ചോദിക്കുവാണ്. ഇന്നലെ 2 ദിവസം ഇല്ലായിരുന്നു. 2 ദിവസമല്ല, മിനിഞ്ഞാന്ന് രാത്രി ഫ്ലവേഴ്സ് ചാനലിൻ്റെ നമ്മൾ തമ്മിൽ തന്നെ പ്രോഗ്രാം ഉണ്ട് ശ്രീകണ്ഠൻ നായരുടെ. അപ്പോൾ അതിന് വിളിച്ചു. അതിൽ ഗസ്റ്റായിട്ട് പോയി. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു വിഷയത്താണ് സബ്ജക്റ്റ്. അവിടെ പിന്നെ പോയതുകൊണ്ട് കാര്യം ഞാൻ മറ്റേ ചണ്ടാള ബാബയും ബാബുസ്വാമിയും ഒക്കെ കണ്ടു, അവരെയൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് രാത്രിയായി വന്നപ്പോൾ വരുമ്പോഴാണ് എന്നെ ഇങ്ങനൊരു സ്ത്രീ വിളിച്ചു. സ്വാമി ഫ്രീ ആണോ? ഞാൻ പറഞ്ഞില്ല, വാഹനത്തിലാണ്, പറയൂ. അല്ല, സംസാരിക്കണം. ഞാൻ പറഞ്ഞു ക്ഷീണിതനാണ്, ഇന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു. അവർ വിളിച്ചു. അവരുടെ വിഷയം പ്രേതമുണ്ടോ എന്ന് അവർക്കറിയണം. ഞാൻ എന്താണ് കാര്യം? അല്ല സ്വാമി, പ്രേതമുണ്ടോ? എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ എന്ന് പറയുന്ന പുസ്തകം ആ അമ്മ വായിച്ചു. അമ്മ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. വലിയ പ്രായമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. അവർ 40 വയസ്സായിട്ടുള്ളൂ. ഭർത്താവ് മരിച്ചുപോയി, സന്താനങ്ങളില്ല, കുറച്ച് സ്വത്തും ഭൂമിയൊക്കെ ഉണ്ട്. അവരുടെ വിഷയം അവർക്ക് കിട്ടിയ തറവാട്, ആ തറവാടിൻ്റെ സ്ഥലം അവരങ്ങ് പൊളിച്ചിട്ട് വേറൊരു വീട് വെച്ചു. ഒരു സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. സഹോദരനും കല്യാണം കഴിച്ചില്ല. ഈ സഹോദരൻ്റെ സ്വത്തൂടെ ഇവർക്ക് കിട്ടി. ഇവരും കല്യാണം കഴിച്ചില്ല. ഇപ്പോൾ അകന്ന ബന്ധുക്കളെല്ലാം അടുത്ത് കൂടിയിട്ടുണ്ട്. എന്തിനാണ്? ഇവരുടെ മരണസമയം ഇല്ലെങ്കിൽ തല്ലി കൊല്ലുമെന്ന്, തേങ്ങ വല്ലതും എടുത്ത് അടിച്ച് കൊല്ലുമെന്ന് നമുക്കറിഞ്ഞൂടാ. ഇവരൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, നിവർത്തിയില്ല. അതുകൊണ്ട് ചേച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ അത് വീതം വെച്ച് തന്നാൽ ചേച്ചിയെ ബാക്കിയുള്ള കാലം നമ്മൾ നോക്കിക്കോളാം. നോക്കാത്ത കാര്യം നമുക്ക് മനസ്സിലായില്ല. ബാക്കിയുള്ള കാലം ബാക്കി ഉണ്ടെങ്കിൽ നോക്കിക്കോളാം. എങ്ങനെ നോക്കും എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇവരത് എന്ത് ചെയ്യണം എന്ന് അറിയാനായിട്ട് എന്നെ എപ്പോഴോ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമി സംബന്ധമായി. ഞാൻ ഭൂമിയുടെ കാര്യം ഇങ്ങോട്ട് പറയരുത്, വിൽക്കുന്നതിനും കൊടുക്കുന്നതിനും ഞാൻ ഇടപാടില്ല, നിങ്ങൾ നിലനിർത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വിഷയം, ഇത്രയും ഭൂമിയുണ്ട്, സഹോദരൻ്റെയുണ്ട്, ഇവരുടെയുണ്ട്. സഹോദരനെ ജീവിതത്തിൻ്റെ അവസാന കാലമായപ്പോൾ സഹോദരൻ്റെ പകുതി പ്രായമുള്ള ഒരു പെൺകുട്ടി സഹോദരനെ നോക്കാമെന്ന് പറഞ്ഞ് വന്നു. സഹോദരൻ പറയുന്നു, ചേച്ചി ഞാൻ ഇത്രയും പ്രായമായി, എനിക്ക് ഒന്ന് വീണു പോയാൽ ഒന്ന് താങ്ങി എഴുന്നേൽപ്പിക്കാൻ, ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഒരാൾ വേണ്ടേ? അദ്ദേഹം പറയണത് ശരിയാണ്. ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊന്നും അല്ല അതിനകത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ ന്യായമായ ആവശ്യം. ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ ചോദിക്കാനേ നിന്നില്ല. അദ്ദേഹത്തെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ സ്വത്തുണ്ട്. ആ സ്വത്തൂടെ ഇവരെ കയ്യിലാണ്, ഇവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി നിന്നതാണെന്നാണ് പറഞ്ഞത്. അന്നങ്ങനെ എന്തോ പറഞ്ഞു. ഈ അമ്മയുടെ പ്രശ്നം, അമ്മയുടെ അമ്മ, ആ അമ്മയുടെ അമ്മ, അങ്ങനെ 3 പേര് മരിച്ച ഒരു കട്ടിലുണ്ട്. ആ കട്ടിലാണ് അമ്മ കിടക്കുന്നത്. ഒരു പഴയ അലമാരയുണ്ട്, അതിന് രസമൊക്കെ പോയൊരു അലമാര. ഇവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ സഹോദരൻ വാർദ്ധക്യ അവസ്ഥയിലേക്ക് കടന്ന സഹോദരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. അവന് അങ്ങ് കല്യാണം കഴിക്കട്ടെ എന്ന് പറയാൻ അവളുടെ ഒരു മനസ്സ്. ഇനി വരുന്ന സ്ത്രീ എങ്ങനെയെന്ന് അറിയത്തില്ല. അങ്ങനെ ആ സ്ത്രീ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നെ നോക്കുന്നതെന്ന് അറിയത്തില്ല. എൻ്റെ ശേഷിക്കുന്ന കാലം എങ്ങനെ? ബന്ധുക്കളൊക്കെ പലതും പറഞ്ഞു. അവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചേച്ചി നിങ്ങളെ വിഷം തന്നു കൊന്ന് നിങ്ങളെ സ്വത്ത് ഒക്കെ തട്ടിയെടുക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം, അവർക്കിപ്പോഴും സ്വത്തിനോട് കുറച്ച്, എൻ്റെ സ്വത്തല്ലേ സ്വാമി, അത് നിങ്ങളെന്ത് സ്വത്ത്? നിങ്ങളെ ശരീരം പോലും നിങ്ങളെ സ്വന്തമല്ല, ഇവിടെ ഇട്ടിട്ടല്ലേ പോകുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്ത് സ്വത്ത്? ഞാൻ ചോദിച്ചു. അങ്ങനല്ലേ സ്വാമി നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വരുമാനം എന്താണ്? തേങ്ങയുണ്ട്, തേങ്ങ വെട്ടാം, അത്യാവശ്യത്തിന് റബ്ബറൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ വരുമാനമൊക്കെ ഉണ്ടോ? ആ വരുമാനമൊക്കെ ഉണ്ട്. എത്ര രൂപയുണ്ട് ബാങ്കിൽ? ഉണ്ട് സ്വാമി, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇതിനിപ്പോൾ ഇതെനിക്ക് ഈ സഹോദരനും ഇവരോട് അയമനം ഉള്ളതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് സ്വാമിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ പറ്റൂ. ഞാൻ ചോദിച്ചതിന്, എൻ്റെ ആശ്രമത്തിൽ സ്ത്രീകൾക്ക് താമസിക്കാൻ പറ്റില്ല. സ്ത്രീകൾ വന്നാൽ വൈകുന്നേരം തിരിച്ചു പോയേക്കണം. പൂജ പരിഹാരങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചെയ്താൽ അവിടെ കിടക്കാൻ പറ്റില്ല. ഞാനും ടീച്ചറും പോലും വന്നാൽ വല്ലപ്പോഴും മാത്രമേ അതിനകത്ത് നമ്മൾ ആ സമയത്ത് മാത്രമേ കിടക്കൂ. കഴിയുന്നില്ലെങ്കിൽ ജോഫിയാൻ റിസോർട്ടുണ്ട്, അവിടെ പോയി കിടക്കും. കാരണം അങ്ങനെ ഉള്ള ഒരു സ്ഥലമല്ല.
പൂജയ്ക്ക് വരുന്നവർക്ക് പരിഹാരങ്ങൾ കഴിഞ്ഞാൽ രാത്രി 12 മണി 1 മണി വരെയുള്ള പരിഹാരക്രിയകളൊക്കെ കഴിഞ്ഞിട്ട് പോകാം. അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ആശ്രമത്തിൽ പോയാലോ, മാതാ അമൃതാനന്ദമ്മയുടെ ആശ്രമത്തിൽ കൊടുത്താലോ, അപ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ഇതെല്ലാം വിറ്റ് അവിടെ കൊടുത്താൽ അവിടെ താമസിക്കാൻ മുറി തരും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ സഹോദരൻ എന്തായാലും കല്യാണം കഴിക്കണു, നിങ്ങൾക്കധികം പ്രായമൊന്നും ആയില്ലല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരുഷനെ ഒന്ന് തിരഞ്ഞെടുത്താലാ? അവിടെ അവരടുത്ത് ചോദിച്ചു, സ്വാമി കല്യാണം കഴിച്ചാണ്. ഞാൻ പറഞ്ഞു, പിന്നെ കല ടീച്ചർ എൻ്റെ കൂടെ ജീവിക്കില്ലേ? സ്വാമിയെ പോലെ ആരെങ്കിലും കിട്ടൂ? ഞാൻ പറഞ്ഞു, അതെനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ കപട സന്യാസി ആത്മാവെന്നൊരു പുസ്തകം, നിങ്ങളത് വായിച്ചു നോക്ക്. അല്ല, സ്വാമിയെ പോലെ ആരെങ്കിലും സ്വാമി വേഷമൊക്കെ കെട്ടി നടക്കണമാണ്. ഞാൻ വേഷം കെട്ടി നടക്കണമല്ല, എനിക്ക് ഇഷ്ടമുള്ള വേഷമായതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരുടെ ഒരു മാനസിക നില ശരിയല്ല എന്ന്. അതിൽ നിന്നൊക്കെ മാറി വന്നപ്പം ഒറ്റയ്ക്ക് കിടക്കാനുള്ള ഭയം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കാനുള്ള പേടിയുണ്ടല്ലേ? അതുകൊണ്ട് സ്വാമി, എന്താണ് കാര്യം? ഇവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇവരെ കട്ടിൽ ഒരാൾ വന്നിരിക്കണു. ഇവരെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചാൽ, ആര് വന്നിരിക്കണു? അത് ആരെന്നറിഞ്ഞൂടാ, ഒരു കറുത്ത രൂപമാണ്. ഞാൻ പറഞ്ഞു, ഈ കട്ടിൽ എൻ്റെ ഈ കട്ടിൽ 2-3 പേര് കിടന്ന് മരിച്ചതാണ്. ഈ കട്ടിലിന് തന്നെ 10-70 വർഷത്തെ പഴക്കമുണ്ട്, 70 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. കടഞ്ഞെടുത്ത കാലയ്ക്കുള്ള ഒരു പഴയ കട്ടിലാണ്. ഞാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഇത് ആരെങ്കിലും കുത്തിവെച്ചതാണ്? അല്ല, പിന്നെ നിങ്ങൾക്ക് പണ്ട് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ സഹോദരൻ വേറെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇപ്പോഴത്തെ നിലവിൽ? അല്ല സ്വാമി, രാത്രി ഒരാൾ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പുറത്തോട്ട് ബാത്റൂമിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പേടി കൊണ്ട് എഴുന്നേക്കാൻ പറ്റണില്ല സ്വാമി. ഞാൻ പറഞ്ഞ, അയാളുടെ മുടിയൊക്കെ വളർത്തിയ ആളാണ്. ആ മുടിയൊക്കെ വളർത്തിയിട്ട് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ടൊരു രൂപം എനിക്ക് എടുക്കാൻ പറ്റണില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ട് സ്വാമി. ഞാൻ എത്ര മണി വരെ നിങ്ങൾ കാണും ഇത് ഞാനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഉണരുമ്പം എൻ്റെ കട്ടിലിൻ്റെ എൻ്റെ ആ മൂലയിലായിട്ട് ഈ കട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ തൊട്ട് നോക്കാൻ നോക്കിയാൽ എൻ്റെ ശരീരം ചലിക്കൂല സ്വാമി. സ്വാമി ഒന്ന് ഇവിടം വരെ വരണം. എനിക്ക് സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. ഈ അമ്മ എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വന്ന് നോക്കണം സ്വാമി, എനിക്ക് നിവർത്തിയില്ല. ഇനി വല്ല പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഞാനൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി. ജ്യോതിഷം പറഞ്ഞു, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ താമസ സ്ഥലത്തൊരു പ്രേതത്തിൻ്റെ സഞ്ചാരമുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ട് പേടിച്ചു പോയി. പ്രേത സഞ്ചാരമുണ്ട്, ആ വീട് കൊള്ളൂല, അതങ്ങ് ഇടിച്ച് നിരത്തി കളഞ്ഞിട്ട് വേറൊരു വീട് വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജ്യോതിഷം വേറെ എന്ത് പറഞ്ഞു? അത് അദ്ദേഹം വന്ന് ചെയ്തു തരാം എന്ന് പറഞ്ഞു. 1,60,000 രൂപ കൊടുത്താൽ ഇതിനെല്ലാം ആവാഹിച്ച് ശരിയാക്കി തരാം, പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മളൊന്നും മറുപടി പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ സമാധാനമായിട്ട് നോക്കണം. ഏപ്രിൽ 14 വരെ ഒരു മാറ്റമുണ്ട്. ഏപ്രിൽ 14 കഴിഞ്ഞിട്ട് നമുക്കൊരു മാറ്റം വരുത്താമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയായപ്പോൾ വീണ്ടും വിളിച്ചു, സ്വാമി ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. ഞാൻ എന്താണ്? മറ്റേയാൾ എൻ്റെ വാതിൽ കുറ്റിയിട്ട് കളഞ്ഞു. ഞാൻ മുറിക്കുള്ളിലായിപ്പോയി, എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ. അപ്പം ചോദിച്ച്, അങ്ങനെ പ്രേതബന്ധങ്ങളുള്ള ഒരു മുറി കുറ്റിയിടുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒന്ന്, ഈ പ്രേതാത്മാവെന്ന് പറയണത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ള സാരിയും തലമുടി വളർത്തിയ യക്ഷികളൊന്നുമല്ല. 2, അതൊരു ധൂമപടലമാണ്. നമ്മൾ തീയിട്ടാൽ ഈ പുക ഉയരുമ്പോൾ ആ പുകയിൽ കാണുന്ന പോലുള്ളൊരു അവ്യക്തമായിട്ടുള്ളൊരു ധൂമപടലമാണ് ഈ മരണശേഷമുള്ളൊരു ജീവിതമായിട്ടാണ് എൻ്റെ അറിവിലുള്ളത്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർക്ക് മാനസികമായിട്ടുള്ള വല്ല പ്രശ്നങ്ങളുള്ളതാണോ? ശരി, ഞാൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഞാനിന്ന് ആ അമ്മയൊന്ന് കണ്ടു. നല്ല സാധുവായ ഒരു സ്ത്രീ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അവർക്ക് മാനസികമായ എന്തോ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. സഹോദരൻ, അതുവരെ ഒപ്പം നിന്നിരുന്ന സഹോദരൻ പോകും എന്നുള്ളൊരവസ്ഥ. അവൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ട് അവനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരും പോയി. ചില ബന്ധുക്കൾ അടുത്തുകൂടി ഒരകറ്റാനൊക്കെ ശ്രമം നടത്തി. എവിടെ 2-3 വളയൊക്കെ കിടപ്പുണ്ട്, പൈസയൊക്കെ ബാങ്കിലുണ്ട്, പോസ്റ്റ് ഓഫീസിലൊക്കെ. ഇതൊക്കെ വാങ്ങിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാർ, ബന്ധുക്കൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ അമ്മ എന്തിനെയോ കണ്ട് ഭയക്കുന്നു. ഞാൻ ആ വീട്ടിലോട്ടൊന്ന് ചെന്നു. നല്ല പഴയ ഒരു വീട്. ഈ സഹോദരൻ അവിടെ നിൽപ്പുണ്ട്. ഇതെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സ്വാമി ഞാൻ DNA ഒക്കെ കാണുന്നുണ്ട്. സ്വാമി വരുമെന്ന് വിചാരിച്ചതല്ല, കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? ഇപ്പോൾ ഒരു പ്രേതബാധ ഉള്ളതായിട്ടാണ് പറയുന്നത്. ഒരു കറുത്ത രൂപം ഇങ്ങനെ കരിമ്പിളിയൊക്കെ പുതച്ച് നടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളെൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി, സ്വാമിക്ക് എൻ്റെ സത്യം അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ.
എനിക്ക് ഈ രാത്രി ഈ ചേച്ചിയുടെ അടുത്ത് വന്ന് കരിമ്പടം മൂടി പൊതിച്ചിരിക്കുന്ന ഒരു കറുത്ത രൂപം ഉണ്ടെന്ന് പറയുന്നത് 3 തലമുറയിൽ ആൾക്കാർ കിടന്ന മരിച്ച കട്ടിലാണെന്ന് പറയുന്നു. 2 പേരും കല്യാണം കഴിച്ചില്ല. താങ്കളിപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു, ജീവിതത്തിൻ്റെ ശേഷിക്കുന്ന കാലം ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. നമുക്കിതൊക്കെ വളരെ സൂക്ഷിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ രാത്രി വല്ല സ്വാമി ചില വിഷയങ്ങളുണ്ട്. ഞാൻ എന്താണ് ഇവിടെ പണ്ട് കുമാരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എത്ര കാലം മുമ്പാണ്? അച്ഛൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടുത്തെ കാര്യസ്ഥനായിട്ടൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അദ്ദേഹം ഇവിടെ ഉള്ള ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായി. അദ്ദേഹത്തിന് വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൽ നിന്ന് ഈ കുമാരനിൽ നിന്ന് ഈ പെൺകുട്ടിക്കൊരു കുട്ടി ജനിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഈ കുമാരൻ ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. കൊന്നിട്ട് ചാണകക്കുഴി കൊണ്ടിട്ട് കളഞ്ഞു. ചാണകക്കുഴിയിൽ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നിട്ട് ഇയാൾ പിടിക്കപ്പെടുന്നതായപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തു. അയാളെ മക്കളും പിള്ളേരും ഒക്കെ പിന്നെ നാട് വിട്ടുപോയി. ഇയാളുടെ സ്വത്തുക്കളൊക്കെ അന്യം വന്നു പോയി. കുറേ കാലത്തിന് മുമ്പ് ഈ ചേച്ചി ഇവിടെ എല്ലാം അടുക്കി പറക്കിയെടുത്തപ്പം ഇതിൻ്റെ ഒരു പ്രമാണം കിട്ടി. പിന്നെ ഇയാളുടെ ഒരു ഫോട്ടോയും കിട്ടി, ഈ കുമാരൻ്റെ ഒരു ഫോട്ടോ. കിട്ടിയതിന് ശേഷമാണ് പിന്നെ അത് ഇവരുടെ അപ്പന്മാരായിട്ടൊക്കെ നിൽക്കുന്ന ഒരു പടമാണ്. പണ്ടത്തെ കാലത്ത് ഇവിടെ ഈ മിലറമ എന്നങ്ങണ്ട ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നിട്ടാണ് പറയുന്നത്. അവിടെ നിന്ന് എങ്ങാണ്ട് എടുത്തതാണ്. അതിനുശേഷം രാത്രി ഇവിടെ ഇങ്ങനെ ഒരാളുടെ സഞ്ചാരം ഉള്ളതായിട്ട് ഞാൻ പലപ്പോഴും പുറത്ത് ചലനങ്ങൾ കേട്ടിട്ടുണ്ട്. ചേച്ചി പക്ഷേ ഈ കട്ടിലിൽ വന്നിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കട്ടിലുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഈ അപ്പൂപ്പന്മാരുമായിട്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പോൾ അവരിങ്ങനെ നോക്കി. 2 പേരുമുണ്ട്. ഈ കുമാരനിൽ നല്ല ഗർഭം ധരിച്ചിരിക്കുന്നത് ആ പെൺകുട്ടി. ഈ കുടുംബത്തിലുള്ള ആരോ നിന്ന് ആ ഗർഭധാരണം ഉണ്ടാകുകയും ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അത് വരികയും ഇദ്ദേഹം അതിൽ പ്രതിയാവുകയും മാനഹാനി കൊണ്ട് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്ത ആളാണ്. ആ ദുഃഖം കൊണ്ടാണ് ഈ പ്രേതാത്മാവ് സഞ്ചരിക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. ഞാൻ പ്രേതകഥകൾ എഴുതുന്ന ആളാണ്. എൻ്റെ തോന്നൽ ഇതാണ്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സ്വാമി ഞാനിത് കേട്ടിട്ടുണ്ട്. ഈ കുമാരൻ മാമൻ എന്നാണ് പറഞ്ഞ അറിവുകളാണ്. അത് മാനസിക ആഘാതം കൊണ്ട് ഈ കുമാരൻ്റെ ഭാര്യയ്ക്ക് ഭ്രാന്തം കണ്ട് വരികയൊക്കെ ചെയ്ത് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നമുക്ക് ഒരു പ്രേതാത്മാവിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇപ്പം ചെയ്യാത്ത തെറ്റിന് ആ ഭാവഫലം അനുഭവിക്കേണ്ടി വന്ന് തൂങ്ങി മരണം നടന്നു. ഏതോ ആ ഗർഭം ധരിപ്പിച്ച കാരണം അവരെടുത്ത് ചാനാകുഴിയിലിട്ട് അവരെ കൊന്ന് മറ്റൊരാളുടെ കേസിൽ പ്രതിയായി ആൾ ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ജയിൽ ശിക്ഷ പിടിക്കപ്പെടുമോ? പിന്നെ ജയിലിൽ നിന്ന് ജാമ്യം ഇറങ്ങി വന്നപ്പോഴും കണ്ടെടുത്തു ആത്മഹത്യ ചെയ്ത് പിന്നെ ജയിലിലേക്ക് തിരിച്ചു പോകാതെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഈ ജീവിതം കൊണ്ട് നേടുന്നത്? ഇപ്പോൾ ഈ സ്ത്രീയിൽ പറയുന്നത് ഈ കുമാരൻ വന്ന് അവിടെ ഇരിക്കണു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കുമാരൻ മാമനാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. സ്വാമി എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റൂ? നമ്മളെന്താണ് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്? എന്താണ് പറയാൻ പറ്റുന്നത്? നമ്മൾ പെട്ടുപോകില്ല ഇതിനകത്ത്. ഈ പ്രേതബന്ധത്തിലൊന്നും വായിച്ച് കുപ്പിക്കകത്താക്കി മഞ്ഞപ്പൊടിയിട്ട് ഒന്നും നടക്കില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറെ ശല്യമൊന്നും ഇല്ലെങ്കിൽ അത് അദ്ദേഹം അവിടെ വന്നിരുന്നോട്ടെ. സ്വാമി എനിക്ക് പേടിയാണ് സ്വാമി, എനിക്ക് പേടിയാണ്. പിന്നെ വേറെ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതിനകത്ത്? അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്ന് നോക്കട്ടെ. തൽക്കാലം അമ്മ ഒരു കാരണം പോയിട്ട് തലക്കവരി പോയി കുളിക്കണം, എല്ലാവരോടും പറയുന്ന പോലെ വിധിയൊക്കെ മാറ്റണം. രാമേശ്വരത്ത് പോയിട്ട് ഒരു ബലികർമ്മമൊക്കെ കൂടി ചെയ്ത് ഇവിടുന്ന് കുറച്ച് മണ്ണൂടെ എടുത്തുകൊണ്ട് പോകണം. ബലികർമ്മമൊക്കെ ചെയ്ത് 22 തീർത്ഥങ്ങളിലും കുളിക്കണം. നിവർത്തിയില്ല. അതിന് ശേഷം വല്ല വിഷയവും വന്നാൽ നമുക്കിത് മാറ്റാം. അങ്ങനെ ഒരു സമാധാനം അങ്ങനെ ചെയ്താൽ മാറ്റുമോ? അങ്ങനെ മാറാൻ പറ്റുമോ? അങ്ങനെ മാറുമോ സ്വാമി? ഞാൻ പറഞ്ഞു നമുക്കൊരു ശ്രമം നടത്താം. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്തൊരു സത്യം, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, അലമാര തുറന്ന് നമ്മൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ രാവിലെ തുറന്ന് കിടക്കും. അപ്പം ഞാൻ ചോദിക്കും, ചേച്ചി തന്നെ രാത്രി എഴുന്നേറ്റ് തുറക്കുന്നത്? അല്ല സ്വാമി, താക്കോൽ എവിടെ വെച്ചേക്കും? താക്കോൽ അലമാരയിൽ തന്നെ വെച്ചേക്കും. നിങ്ങളതൊന്ന് മാറ്റി വെച്ച് നോക്കൂ. അപ്പോൾ അത് മാറ്റി വെച്ച് നോക്കാം. പിന്നെ ഞാൻ ചോദിച്ചാൽ ആരെങ്കിലും വരാനുണ്ടോ കൂടെ രാമേശ്വരത്ത് ആരെങ്കിലും കൂടെ വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിവിടെ പോവുമോ? അപ്പോൾ അദ്ദേഹം മറ്റേ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അതൊരു സാധു സ്ത്രീയാണ്, അവർക്ക് വേറെ ആരുമില്ല, ഇയാളെ നോക്കുമല്ലോ. അപ്പം ഞാൻ പോവാം സ്വാമി. ഞാൻ നിങ്ങൾ ആ പെൺകുട്ടിയുടെ കഴുത്തിലൊരു താലിയൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ 3 പേരും കൂടെ പോയിട്ട് എങ്ങനെയെങ്കിലും പരിഹാരമൊക്കെ ചെയ്ത് ഈ
കുമാരേട്ടൻ്റെ പ്രേതാത്മാവിനെ ഇവിടുന്ന് മോചിപ്പിക്കണ്ടേ മരണ വീട്ടിൽ നിന്ന്? നിങ്ങൾ ചെന്ന് ചെയ്തു നോക്കൂ. അല്ല, അദ്ദേഹം ശല്യമൊന്നും ചെയ്യില്ല. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു പോയതുകൊണ്ട് ഒരു പ്രേതത്തിന് ദുഃഖമുണ്ടാകുമെന്ന് ചോദിച്ചാൽ രൂപം ഉണ്ടെങ്കിലേ ദുഃഖമുള്ളൂ, ജീവനുണ്ടെങ്കിലേ ദുഃഖമുള്ളൂ. ഇതൊരു ധൂമമാണ്. പക്ഷേ നമ്മൾ ആ കാണുന്ന ധൂമ സാന്നിധ്യത്തെ നമ്മൾ അദ്ദേഹമായിട്ട് കാണുന്നു. ഈ കഥ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ലോകത്തിനോട് മുമ്പിൽ പറഞ്ഞാൽ നമുക്ക് ഇടിയുള്ളൂ, ഇല്ലേ? അപ്പം ഒരു തെറ്റ് ചെയ്തില്ല. ആ കുടുംബത്തിലെ കാരണവർക്ക് വേണ്ടി ഇത് ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ നശിച്ച്. അപ്പോൾ പ്രതികാരദാഹിയായിട്ട് വല്ലതും തീർക്കോ എന്നൊക്കെ എനിക്ക് തോന്നി. ഇനി പ്രതികാരമുണ്ട്, പക്ഷെ അതൊന്നുമില്ല. ശാന്തനായ, ദുഃഖിച്ച് അനുഭവിച്ച് ദുരിതപ്പെട്ട് മരണത്തിന് കീഴടങ്ങിയ, സ്വയം മരണത്തിന് കീഴടങ്ങിയ ഈ പ്രേതാത്മാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ബലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ക്രമേണ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഒരു പുനർജന്മം, ആർക്ക്? ഭൗതികതയിലും ആത്മീയതയിലും ഇല്ലാതെ ഭൗതികതയിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹിതമല്ലാത്ത ഒരു ഗർഭധാരണത്തിന് ഉത്തരവാദിയാകേണ്ടി വരികയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ കൊല്ലുകയോ കൊല്ലയ്ക്ക് കൂട്ടു നിൽക്കുകയോ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്നെ ഞാൻ രക്ഷിച്ചോളാം, ഞാൻ ഈ ലക്ഷങ്ങളെല്ലാം കൊടുത്ത് നിന്നെ രക്ഷിച്ചോളാം, നീ ഇതൊന്ന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തതിൻ്റെ ഫലം അറിയിക്കാനാണോ ഈ വരുന്നത് എന്നുള്ളതാണ്. ഇതിലെനിക്കൊരു പരിഹാരം പറയേണ്ടത് എങ്ങനെയാണ്? നമ്മളൊന്ന് കേട്ടു നോക്കൂ. ഞാനിത് പറയാനുള്ളതിൻ്റെ, ഈ കഥ പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും മരണാനന്തര ശേഷം അനുഭവിക്കാൻ പോകുന്നത്, നമ്മളിലേക്ക് വന്നു ചേരുന്നത് ചെറിയ തെറ്റുകൾ പോലും. ഒരാൾ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി സമ്പത്ത്, അത് മറ്റൊരാൾ തട്ടിയെടുക്കുമ്പോൾ മറ്റേയാൾ അനുഭവിക്കുന്നൊരു, ഈ അധ്വാനിച്ചുണ്ടാക്കിയാണ് അനുഭവിക്കുന്ന ഒരു മനോദുഃഖമുണ്ട്. മറ്റേയാൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്കറിയാൻ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണുപോയ ആളാണ്. ഒരു കൊച്ചു കുട്ടിയുണ്ട്, അവൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നാൾ ദുബായിൽ നിന്ന് കുറച്ച് പണം കിട്ടിയപ്പോൾ ഞാനത് അവൾക്ക് 18 വയസ്സ് വരെ ആവുന്നവരെ അവൾക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ട് കൊടുത്തു. ഇപ്പോഴും സ്വാമിയെ കാണണമെന്നൊക്കെ പറഞ്ഞ് വരും. മറ്റേ ആൾ കിടക്കുകയാണ്. നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോഴും എഴുന്നേറ്റ് ഓടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമുക്ക് എന്തെല്ലാം ഉണ്ട്. ഒന്നുമല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ആഹാരം വാങ്ങിച്ച് കഴിക്കാനുണ്ട്, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഊർജ്ജസ്വലനായിരുന്ന ചെറുപ്പക്കാരൻ ഒരു കാലൊന്ന് വഴുതിയപ്പോൾ വീണുപോയി. ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴത്തേക്ക് കിടക്കയിലായിപ്പോയ ആളെയൊക്കെ നമ്മളൊന്ന് സഹായിക്കണം. ഞാനതാ പറയുന്നത്. അല്ല, ദൈവത്തിന് കൊണ്ടുവന്ന്, എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഉള്ള അമ്പലങ്ങളെല്ലാം ചെന്നാൽ ലക്ഷക്കണക്കിന് രൂപ മറ്റൻ്റെയൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൊടുത്ത് പുള്ളിക്ക് നേരെ ദൈവത്തിൻ്റെ അടുത്തോട്ടൊക്കെ ചെല്ലാം. ഒരു കാര്യവുമില്ല, ഭാര്യയുമില്ല, മക്കളുമില്ല, പിന്നെ നേരത്തെ ആഹാരം കഴിക്കാനുമില്ല, നോക്കാനുമില്ല. പിന്നെ എങ്ങനെ ദൈവം നോക്കുന്നത്? ഇതല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്, ദൈവത്തിന് മനുഷ്യൻ്റെ പണം വേണ്ട, ഒരു ദൈവത്തിനും വേണ്ട. ഇത് വരുമാന മാർഗമല്ല. കണ്ടില്ലേ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ജയറാം എവിടെയോ, ഞാനില്ലേ, ജയറാം എവിടെയോ എന്തെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ജന്മത്തിൽ, ഈ ജന്മത്തിൽ ചെയ്തതായിട്ട് ഞാൻ പറയില്ല, ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജന്മത്തിൽ കിട്ടിയ പുണ്യമാണ് ഈ കേസിൽ പോയി സാക്ഷിയാക്കി മാറ്റിയത്. അപ്പം നന്മ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതേപോലുള്ള പ്രേതാത്മാക്കൾ മരിച്ചു ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റുള്ളൂ. ഇനി ആരെന്തെന്നൊക്കെ പറഞ്ഞാലും ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പം ഞാൻ ഇന്നലെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ്. ഇന്നലെ ശ്രീകണ്ഠൻ നായരുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന നികൃഷ്ടമായ വാക്കുകൾ, മജീഷ്യൻ സാമ്രാജ് ഉണ്ടായിരുന്നു, അദ്ദേഹം നമ്മളെ സുഹൃത്തായിരുന്നു. ഇവരൊക്കെ ദൈവമില്ലേ? അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ശക്തി ഇല്ലെന്നാണോ? നമ്മളതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത്? ശാസ്ത്രസാഹിത്യ പരിഷത്തിൽ ആരാണ്ടുണ്ടായിരുന്നു? യുക്തിവാദി സംഘത്തിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളെ അടച്ചാക്ഷേപിക്കാൻ. ഇപ്പം ഞാനുമൊക്കെ സ്വാമി മുടി മടത്തി വയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ. പരശുരാമൻ്റെ മഴുവിനെ കുറിച്ചൊക്കെ അവിടെ വലിയ ഡിസ്കഷനൊക്കെ ഉണ്ടായി. കാരണം ഇന്ന് 2 ദിവസം പിന്നെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എന്നുള്ള ശ്രീകണ്ഠനായുടെ പ്രോഗ്രാമാണ്. ചവിട്ടി തേക്കുവാണ് വിശ്വാസ പ്രമാണങ്ങളെ. ദൈവമില്ലത്രേ. കഴിക്കുന്ന ഭക്ഷണത്തെയും വിശ്വസിക്കുന്നതിനും ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു സത്യം നമ്മൾ പറയണ്ടേ, റോക്കറ്റ് ഇവിടുന്ന് അയക്കുമ്പോൾ പോലും കൃത്യമായ സമയവും ദിവസവും ഗണിച്ചും
ഗുണിച്ചും കൃത്യം സമയം കണ്ടും പ്രപഞ്ചത്തിൻ്റെ മാറ്റവും നോക്കിയിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ വളർച്ച അറിയുന്നത് പോലും ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിഷശാസ്ത്രം, പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ്. ജ്യോതിഷനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, സ്വാമിമാരെയും വിശ്വസിക്കേണ്ട, പക്ഷേ ജ്യോതിഷശാസ്ത്രമാണ്. അതിലുള്ള സത്യങ്ങളെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിച്ചില്ലെങ്കിൽ കാലം നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. മരണശേഷം ജീവിതമുണ്ടാകും, ആത്മാക്കളുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. പുനർജന്മത്തെയും പൂർവ്വജന്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം. ഒന്നിനെയും ആരെയും നമ്മൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ദൈവം വിശ്വാസമില്ലാത്തവർക്ക് അത് വേണ്ട, വിശ്വസിക്കുന്നവർക്ക് ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.